തൃശൂർ ചാലക്കുടിയിൽ വൻ അഗ്നിബാധ. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ നഗരസഭയുടെ പ്ലാസ്റ്റിക് ശേഖരത്തിലാണ് തീ പിടിച്ചത്. അഗ്നിരക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വിവിധ സ്ഥാപനങ്ങളുടെയും വീടുകളിലെയൊക്കെ മാലിന്യങ്ങൾ സംഭരിക്കുന്ന MCFിനോട് സമീപത്തുള്ള സ്റ്റോക്കിനാണ് ഇപ്പോൾ തീ പിടിച്ചിട്ടുള്ളത്. കടുത്ത ചൂടിനെ തുടർന്നിട്ടായിരിക്കണം ഏതിന് കാരണവശാൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 4-5 പേര് ഇവിടെ ഇത് കളക്ഷനുകൾ തരംതിരിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത് കയറ്റി കൊണ്ടുപോകാനുള്ള ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിയുടെ ആളുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സെന്റർ ഭാഗത്തു നിന്നാണ് തീ കത്തിയത്. ചിലപ്പം സൂര്യതാപം ആ ചൂടിന്റെ ആയിരിക്കാം, അല്ലാണ്ട് അങ്ങനെ ആരും വന്നിട്ടതൊന്നല്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ 10-12 പേരോളം ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഷട്ടർ തുറന്നിട്ട കാരണം ഞങ്ങളെല്ലാവരും കൂടി ഓടി രക്ഷപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചാലക്കുടിയിലാണ് വൻ അഗ്നിബാധ. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ നഗരസഭയുടെ പ്ലാസ്റ്റിക് ശേഖരത്തിലാണ് തീ പിടിച്ചത്. സൂരജ്, തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ടോ? ഗൂഗിൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് ഉൾപ്പെടെ യൂണിറ്റുകൾ എത്തിച്ച് നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ജീവനക്കാരുടെ ശ്രദ്ധയിലാണ് ഈ കാര്യം ആദ്യം പെടുന്നത്. ഈ പ്ലാസ്റ്റിക്കിന് നടുവിൽ തീ പിടിക്കുകയായിരുന്നു. തുടർന്ന് ജീവനക്കാരെല്ലാവരും തന്നെ അവിടെ നിന്ന് ഓടി മാറുകയും ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഏറെ നേരം, അതായത് ചാലക്കുടിയിൽ നിന്നും സമീപ പ്രദേശത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിച്ച് ഏറെ നേരം നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. എന്തായാലും ഇതിന് സമീപത്ത് തന്നെ നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയം എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വലിയ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ നിയന്ത്രിക്കാനായത്. ഗൂഗിൾ ശരി, ചാലക്കുടിയിൽ നഗരസഭയുടെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നിടത്താണ് തീപിടുത്തമുണ്ടായത്. ഏതായാലും സംയോജിതമായ ഇടപെടലിൽ ആർക്കും പരിക്കുകളില്ല. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ, ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരൊക്കെ പെട്ടെന്ന് പുറത്തെത്തുന്നു. ഫയർഫോഴ്സിന്റെ ഇടപെടലിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെന്നതാണ് സൂരജ് നൽകുന്ന വിവരം.